എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കാർ പോർച്ച് എവിടെ നിർമ്മിക്കണം എന്നതിനെപ്പറ്റി പറയുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഗൃഹനിർമ്മാണത്തിൽ നമ്മുടെ സെപ്റ്റി ടാങ്കുകൾ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറൊക്കെ നമ്മൾ എവിടെ സ്ഥാനം കണ്ട് സംഭരിക്കാം എന്നതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രഹം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സേഫ്റ്റി ടാങ്കിൻ്റെ സ്ഥാനം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ മഹാദിക്കിലോട്ട് ഗ്രഹം പണിയുമ്പോൾ കിഴക്കേ വടക്ക് തെക്കേ പടിഞ്ഞാറെന്ന മഹാദിക്കിലോട്ട് ഗ്രഹം പണിയുമ്പോൾ നമുക്ക് മധ്യസൂത്രങ്ങൾ അടയാളപ്പെടുത്തണമെന്നും കർണസൂത്രങ്ങൾ അടയാളപ്പെടുത്തണമെന്നും നമ്മൾ പറയുകയുണ്ടായി. ഗ്രഹമധ്യ സൂത്രങ്ങൾ എന്ന് വെച്ചാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും തെക്ക് നിന്ന് വടക്കോട്ടുമുള്ള ഗ്രഹമധ്യ സൂത്രവും, കർണസൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറ് മൂലയിലോട്ടും അതുപോലെ തന്നെ കിഴക്ക് മൂലയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് മൂലയിലേക്കുള്ള കർണസൂത്രങ്ങളും നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പോൾ ഈ മൂലഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള സേഫ്റ്റി ടാങ്കുകളൊന്നും സ്ഥാപിക്കാൻ നമുക്ക് അനുവദനീയമല്ല. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ സേഫ്റ്റി ടാങ്കുകൾ സ്ഥാപിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ദർശനമായിട്ട് ഗ്രഹം പണിയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് പടിഞ്ഞാറിൻ്റെ മധ്യഭാഗം കഴിഞ്ഞ് വടക്കോട്ടുള്ള ഭാഗവും അതുപോലെ തന്നെ വടക്കിൻ്റെ മധ്യഭാഗം കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള ഭാഗവും നമ്മൾ സേഫ്റ്റി ടാങ്കുകൾ പണിയാൻ ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമുക്ക് സേഫ്റ്റി ടാങ്ക് സ്ഥാപിക്കുന്നതിന് ഉത്തമം എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ മൂലഭാഗങ്ങളിലേക്ക് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂലഭാഗങ്ങളിൽ നമ്മൾ മൊത്തം നീളത്തിൻ്റെ 9 ഖണ്ഡത്തിൻ്റെ 2-ാം ഖണ്ഡമെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ സേഫ്റ്റി ടാങ്കുകൾ സ്ഥാപിക്കാൻ. പിന്നെ പടിഞ്ഞാറ് ദർശനമായിട്ട് വരുന്ന ഗ്രഹത്തിന് നമുക്ക് കിഴക്ക് വശത്തിൻ്റെ മധ്യഭാഗം മാറ്റി തെക്കോട്ട് മാറ്റി നമുക്ക് സേഫ്റ്റി ടാങ്കുകൾ സ്ഥാപിക്കുന്നതിന് ദോഷമില്ല. അതുപോലെ തന്നെ തെക്ക് വശത്തിൻ്റെ മധ്യഭാഗം മാറ്റി കിഴക്കോട്ട് മാറ്റി നമുക്ക് സേഫ്റ്റി ടാങ്കുകൾ സ്ഥാപിക്കുന്നതിന് ദോഷമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മൂലഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ സേഫ്റ്റി ടാങ്കുകൾ സ്ഥാപിക്കേണ്ടത്. വേസ്റ്റ് വാട്ടറും ഇതേ സ്ഥലങ്ങളിൽ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണർ എവിടെ നിലനിൽക്കുന്നു, അത് ജലരാശികളിലായിരിക്കും കൂടുതൽ കിണറുകൾ. അപ്പോൾ ആ രാശിയിൽ നിന്ന് ആ കിണറിൻ്റെ സ്ഥാനത്ത് നിന്നും 7.5 മീറ്റർ മാറ്റിയിട്ടാണ് നമ്മൾ എവിടെ ആയാലും സെപ്റ്റി ടാങ്കുകൾ സ്ഥാപിക്കേണ്ടത്. അത് നമ്മൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ കിണറിൻ്റെ സ്ഥാനത്ത് നിന്നും 7.5 മീറ്ററെങ്കിലും നമ്മൾ ദൂരോട്ട് മാറ്റി വേണം സെപ്റ്റി ടാങ്കുകൾ നമ്മൾ സ്ഥാപിക്കാൻ. പിന്നെ ചില പ്രദേശങ്ങളിലൊക്കെ ജലത്തിൻ്റെ ലഭ്യത കൂടുതൽ ഉള്ള ഭൂപ്രദേശങ്ങളിലൊക്കെ നമ്മൾ റെഡിമെയ്ഡ് ടാങ്കുകളൊക്കെ സ്ഥാപിക്കുന്നതായിരിക്കും ഉത്തമം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഊറ്റൊക്കെ വെള്ളത്തിൽ നിന്നുള്ള ഊറ്റൊക്കെ വരുമ്പോൾ നമ്മുടെ സെപ്റ്റി ടാങ്കുകൾ നിറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്ക് ഗുണമല്ല, ദോഷമാണ് ചെയ്യുന്നത്. അതിപ്പം കിണറിലേക്കൊക്കെ നമുക്ക് ദോഷങ്ങളുണ്ടാകും. അപ്പോൾ ഇത് ഫിൽട്രേഷന് വേണ്ടിയാണ് നമ്മൾ 7.5 മീറ്ററെങ്കിലും മാറ്റി സ്ഥാപിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് സെപ്റ്റി ടാങ്കുകളും അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറൊക്കെ സ്ഥാപിക്കേണ്ട സ്ഥാനങ്ങൾ. പിന്നെ നമുക്ക് ഈ പലർക്കും ഒരു സംശയം പറയുന്നത്, ഇപ്പം തെക്ക് വശത്തൊരു ഗ്രഹമാണ്, അപ്പോൾ നമ്മൾ സെപ്റ്റി ടാങ്ക് സ്ഥാപിക്കുന്നത് പടിഞ്ഞാറ് വശത്താണെങ്കിൽ ഈ കന്നിമൂല ഭാഗത്തു നിന്ന് പൈപ്പുകളൊക്കെ നമുക്ക് ഭൂമിക്കടിക്കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രഹത്തിൻ്റെ ചുവരിൽ കൂടെ നമ്മൾ കൊണ്ടുപോകാതെ അത് നമ്മൾ മാക്സിമം നമ്മുടെ വാസ്തുമണ്ഡലത്തിന് വെളിയിൽ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ദോഷങ്ങളൊന്നുമില്ല. അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് ഭൂമിക്കടിയിൽ കൂടെ പോകുന്നത് കൊണ്ട് നമുക്ക് ദോഷമായിട്ട് കണക്കാക്കേണ്ടതില്ല. അങ്ങനെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ നമ്മുടെ വീടിൻ്റെ അരിവിലൂടെ മാത്രം കൊണ്ടുപോകാതെ ശ്രദ്ധിക്കുക. അത് നമുക്ക് നേരെ തെക്കോട്ട് മാറ്റി നമുക്ക് മൂലഭാഗിക്കൂടെ നമുക്ക് വാസ്തുമണ്ഡലം തിരിക്കുകയാണെങ്കിൽ അതിന് വെളിയിൽ കൂടെ കൊണ്ടുപോകുന്നത് നമുക്ക് ഉത്തമമായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നതിന് നമുക്ക് ദോഷമൊന്നുമില്ല. പല ഗ്രഹങ്ങളിലും നമുക്ക് 3 സെൻറ്റും 4 സെൻറ്റും 5 സെൻറ്റും ഒക്കെ ഉള്ള ഗ്രഹത്തിൽ നമുക്കൊട്ടും സ്ഥലം കാണത്തില്ല. അപ്പം നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അതിന് നമുക്ക് ദോഷമായി കണക്കാക്കേണ്ടതില്ല. അപ്പോൾ ഇത് സെപ്റ്റി ടാങ്കിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഇന്ന് നമുക്ക് നിർത്താം. നമസ്കാരം.